തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് CPM-നും ഇടതുപക്ഷത്തിനുമുണ്ടായ പരാജയ കാരണങ്ങളെക്കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ യാഥാർത്ഥ്യവുമായി ചേരുന്നതല്ലെന്ന് തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനും കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവിക്ക് കാരണം ജില്ലാ കമ്മിറ്റിയോ KK രാഗേഷോ അല്ല. അങ്ങനെ പറയുന്നത് വഞ്ചനയാണെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. ഈ സംസ്ഥാന കമ്മിറ്റിക്കും അതിൻ്റെ നേതൃത്വമായ സെക്രട്ടറിക്കും സ്വജനപക്ഷപാതിത്വത്തിൻ്റെയും പാർലമെന്ററി മോഹങ്ങളുടെയും ജീർണതയിൽ നിന്ന് തെറ്റുതിരുത്തി പുറത്തുവരാനോ പറ്റിയ പിശക് അംഗീകരിക്കാനോ അല്പം പോലും കഴിയുന്നില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തളിപ്പറമ്പിൽ പാർട്ടി നിശ്ചയിച്ചിരുന്ന LDF സ്ഥാനാർത്ഥിയെ ഭൂരിഭാഗം പേരും എതിർത്തതാണ്. പയ്യന്നൂരിലും TA മസൂദിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പാർട്ടിക്കുള്ളിൽ അഭിപ്രായം ഉയർന്നിരുന്നുവെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി പറയുന്നത് ഇതിൻ്റെ തളിപ്പറമ്പിലും പയ്യന്നൂരും പരാജയപ്പെടാൻ ഇടയായതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മേലെയാണ് ഇപ്പോൾ കെട്ടിവെക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കബളിപ്പിക്കലാണ്. ഇവിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപം പാർട്ടിക്കകത്തുണ്ടായില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരുന്നോ? ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു പാർട്ടി ഘടകം ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരുന്നോ? എന്നിട്ടും എങ്ങനെ ആ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വന്നു? ആരാണ് അതിൻ്റെ ഉത്തരവാദി? ആരാണ് ആ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചത്? സ്വയം പ്രശ്നമായി പരിശോധിക്കണ്ടേ? ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ജില്ലാ കമ്മിറ്റി 2-3 പേരൊഴിച്ച് എല്ലാവരും ഈ 2 സ്ഥാനാർത്ഥിയെ എതിർത്തല്ലോ. ആ കമ്മിറ്റികളിൽ ഗോവിന്ദൻ മാഷുണ്ടല്ലോ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിയിൽ അധ്യക്ഷം വഹിച്ച ഒരാളാണല്ലോ ഞാൻ. എൻ്റെ അടുത്താണല്ലോ ഗോവിന്ദൻ മാഷ് ആ കമ്മിറ്റിയിൽ ഇരുന്നത്. മാഷ് മുഴുവൻ കേട്ടിട്ടുണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ആ ജില്ലാ കമ്മിറ്റിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ശരിയായ രീതിയിലാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. പക്ഷേ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായോ? ഒരു കാരണവശാലും പയ്യന്നൂർ ആ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് പറഞ്ഞില്ലേ? ആ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. നിങ്ങൾ കേട്ടോ? അപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് പെശക് പറ്റിയത്. തളിപ്പറമ്പിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിമുടി വിമർശനമായിരുന്നില്ലേ? പാർട്ടി അണികളെ കേട്ടതിന് ശേഷമുള്ള റിവ്യൂ അല്ല തയ്യാറാക്കിയത്. തെറ്റുതിരുത്തൽ നാടകമാണെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. പയ്യന്നൂരിൽ MLA ഓഫീസ് തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. LDF നടത്തിയ പ്രചരണത്തിൻ്റെ 10% പ്രചരണം പോലും താൻ നടത്തിയിട്ടില്ല. എന്നിട്ടും മണ്ഡലത്തിൽ സ്ഥാപിച്ച ബോർഡുകൾ തകർത്തു. തനിക്ക് വേണ്ടി എഴുതിയ ചുമരുകൾ പൊളിച്ചു മാറ്റി. ഒരു സ്ഥാനാർത്ഥിക്കായി എഴുതിയ ചുമർ വെള്ളയടിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിക്കായി എഴുതിയത് ചരിത്രമാണെന്നും V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.